ഹായ്. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നാർസിസ്റ്റിക് അബ്യൂസിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ അബ്യൂസിൽ ഇരിക്കുന്ന സമയത്ത്, ആ നാർസിസ്റ്റ് എന്നെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരിക്കലും തിരിച്ചറിയില്ലായിരുന്നു ഇതൊരു നാർസിസ്റ്റിക് അബ്യൂസ് ആണെന്ന്. ഇതെന്താണ് ഈ റിലേഷൻ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നാർസിസ്റ്റിക് അബ്യൂസ് എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. നമ്മൾ വാരിക്കോരി അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്നുണ്ടാവും. അവരെപ്പോഴും നമ്മളോട് പറയുന്നുണ്ടാവും, നിങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ ലൈഫിൽ, നിങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ ലൈഫിൽ. നമ്മൾ എപ്പോഴും വിളിക്കുന്നുണ്ടാവും, ഫുൾ ടൈം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഫുൾ ടൈം നമ്മളെ കാണാൻ ശ്രമിക്കുന്നുണ്ടാവും. അതുകൂടാതെ ഫുൾ ടൈം നമ്മുടെ ബൗണ്ടറീസ് ഭേദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്കൊരു ബൗണ്ടറി ഇല്ല, ഫുൾ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നത് വരെയുള്ള നമ്മുടെ കാര്യങ്ങൾ, നമ്മളൊന്ന് കണ്ണ് ചിമ്മുന്നത് വരെ കൺട്രോൾ ചെയ്യുന്നത് അയാളായിരിക്കും. അപ്പൊ നിങ്ങളൊരു നാർസിസ്റ്റിക് അബ്യൂസിലാണോ എന്നറിയാൻ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലുണ്ടോ എന്ന് നോക്കുക. ആക്ച്വലി ഈ വീഡിയോസ് നാർസിസ്റ്റിക് അബ്യൂസിൽ പെടുന്ന ആൾക്കാർക്ക് മാത്രമാണ് അവർക്ക് ഉള്ളിലേക്ക് ചെല്ലുള്ളൂ. ബാക്കി ഒരു അബ്യൂസ് ഇല്ലാത്ത ശരിക്കൊരു നല്ല റിലേഷനുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവുകയില്ല, അവർക്ക് ഇത് തട്ടുകയില്ല. പക്ഷേ ഒരു നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന ഏതൊക്കെയോ കാര്യങ്ങളിൽ അവർക്ക് എന്തൊക്കെയോ ഒരു സംശയം ഉണർത്തും അവരിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, ഇപ്പൊ നമ്മൾ ഭാര്യയ്ക്കൊരു സ്നേഹം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെപ്പോൾ തന്നെയാണ് അവർ നമ്മളെ ഇങ്ങനെ സ്നേഹിക്കുകയാണെന്നാണ്. പക്ഷെ അവരൊരു മാസ്ക്, അവരൊരു മൂടുപടം ഇട്ടാണ് നമുക്കറിയേയില്ല. പെട്ടെന്ന് ഒരു ദിവസം നമുക്കിങ്ങനെ ചെറിയ സംശയത്തിന്റെ നാമ്പുകൾ നമ്മളിൽ മുളയ്ക്കാൻ തുടങ്ങും. അതെങ്ങനെയാണ് നാമ്പുകൾ മുളയ്ക്കുന്നത്? ഒന്നെങ്കിൽ അവരുടെ ഫോണിൽ നിന്ന് നമ്മൾ പെട്ടെന്നൊരു മെസ്സേജ് കാണുകയാണ് വേറെ ആരുടെയെങ്കിലും, അല്ലെങ്കിൽ വേറെ ആരുമായിട്ടുള്ള ഫോട്ടോ കാണുകയാണ്, വേറെ ആരെങ്കിലും ആയിട്ടുള്ള ചാറ്റിംഗ് കാണുകയാണ്, ഫോൺ ഫുള്ള് എൻഗേജ് ആവുകയാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് സംശയം ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ചോദിക്കുമ്പോൾ ഇവർ അടിമുടി നിഷേധിക്കും. നമ്മൾ ഈ ഫോണിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ ഫുള്ളായിട്ട് നിഷേധിക്കും. അവർ ഒരിക്കൽ പോലും സമ്മതിച്ചു തരില്ല. എന്ന് മാത്രമല്ല, അവർ ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അവസാനം നമ്മൾ ഈ കാര്യത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കരഞ്ഞ് ബഹളം വെക്കും, കിടന്ന് ഉരുണ്ട് കരയും. അവർ നേരെ വിക്ടിം മോഡിലേക്ക് മാറും. ഇതാണ് വിക്ടിം മോഡിലേക്ക് മാറുമെന്ന് പറയുന്നത്. അതായത് ഈ തെറ്റ് ചെയ്തത് ചോദിക്കുന്ന നമ്മൾ പ്രതികളും, അത് തെറ്റ് ചെയ്ത അവര് വിക്ടിമായിരിക്കും, അവരായിരിക്കും ഇരകളായിട്ട് മാറുന്നത്. അപ്പൊ അവരിങ്ങനെ ഒരു ആക്ട് ചെയ്യും, ഭയങ്കരമായിട്ട് കുരയും. നമ്മളുടെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മളെ തന്നെ സംശയിക്കുക, അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞ എന്ത് തെറ്റായി പോയി. അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ പോയിട്ട് സോറി പറയും, അയ്യോ ഞാനിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, നീ തരുന്ന സ്നേഹം എത്ര വലുതാണ്, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഇത് നാർസിസ്റ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവരൊരിക്കലും സോറി പറയില്ല. നിങ്ങൾ ഭയങ്കര ഹർട്ടായിട്ട്, അവർ ചെയ്ത തെറ്റിന് നിങ്ങൾ വളരെ ഹർട്ടായിട്ടുണ്ടാവും, എന്നിട്ട് സോറി പറയുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ 100% ഉറപ്പിച്ചോ, അവർ ഒരു നാർസിസ്റ്റ് ആണ്. അവരുടെ വായിൽ നിങ്ങൾ സോറി കേൾക്കുകയില്ല. ഇനി അവർ നിങ്ങൾ കൈയോടെ പിടിച്ചെന്ന് വിചാരിക്കുക, ഭയങ്കര കൈയോടെ വേറൊരു ആളുടെ കൂടെ പിടിച്ചെങ്കിൽ അവർ ജസ്റ്റ് ഒരു സോറി പറഞ്ഞെന്നിരിക്കും, പക്ഷെ ഉള്ളിൽ തട്ടിയിട്ടില്ല. ഒരു സോറി ജസ്റ്റ്, അത് കഴിഞ്ഞാൽ അവരിങ്ങോട്ട് തിരിച്ച് നമ്മളെ ചീത്ത പറഞ്ഞ് നമ്മളെ തെറി പറഞ്ഞ് നമ്മളെ കുറ്റക്കാരാക്കും. മനസ്സിലായോ? അതായത് നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ ചീറ്റിംഗ് അത് നടന്നിരിക്കും, അത് ഡെഫിനറ്റ് ആണ്. അവർ ചീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർ നമ്മളെ ഏത് സ്ഥാനത്താണ് വെച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. നമ്മളെ എപ്പോഴും വിളിക്കുകയാണ്, നമ്മളെപ്പോഴും കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ പ്രൈമറി സോഴ്സായിട്ട് നമ്മളെ വെച്ചിട്ടുണ്ടാവും. പ്രൈമറി സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി സോഴ്സ് ഇല്ല എന്നല്ല അർത്ഥം. അതിന് താഴെ കുറേ സോഴ്സുകളുണ്ടാവും. ചാറ്റ് ചെയ്യാനായിട്ടൊരു സെക്കൻഡറി സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാണുമ്പോൾ മിണ്ടാൻ വേണ്ടിയിട്ട്, വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സോഴ്സ്. പ്രൈമറി സോഴ്സ് ഏത് സമയം അവർക്ക് ചൂഷണം ചെയ്യാൻ, യൂസ് ചെയ്യാനുള്ള സോഴ്സ് ആയിരിക്കും. ഫുൾ ടൈം അവർക്ക് അത്രയും കൺട്രോൾഡ് ആയിരിക്കും. സെക്കൻഡറി സോഴ്സുകൾ കുറേ വെച്ചിട്ടുണ്ടാവും, ഇതുപോലെ അവർക്ക് കുറേ ചാറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അവരിൽ മുഴുവനായിട്ട് കൺട്രോൾ അവർക്ക് ആയിട്ടുണ്ടാവില്ല, അവരാണ് സെക്കൻഡറി സോഴ്സ്. അപ്പോഴും നിങ്ങളെ പ്രൈമറി സോഴ്സായിട്ട് വെക്കുമ്പോഴും സെക്കൻഡറി സോഴ്സിൽ നിന്ന് ഒരാളെ പ്രൈമറി സോഴ്സിലേക്ക് എടുക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം അവർക്കറിയാം നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ച് ഈ ബന്ധം ഫ്ലോപ്പ് ആവും. അങ്ങനെയാണ് മുൻകാലങ്ങളിൽ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ആ ഫ്ലോപ്പ് ആവുന്ന സമയത്ത് സെക്കൻഡറി സോഴ്സിലുള്ള ഒരാളെ പ്രൈമറി സോഴ്സിലേക്ക് എടുക്കാൻ വേണ്ടി അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതിന് താഴെ കുറേ സെക്കൻഡറി സോഴ്സ് ഉണ്ടാവും. ഇതാണ് നാർസിസ്റ്റിക് റിലേഷൻഷിപ്പ്. ഞാൻ ഈ വീഡിയോകൾ ഇടുന്നതിന് കാരണം, നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ ഉള്ളവർക്ക് അറിയില്ല, അവർ വിചാരിക്കുന്ന ഇന്നല്ലെങ്കിൽ നാളെ ഇത് ശരിയാവുന്നതാണ്. ഇതൊരിക്കലും ശരിയാവാൻ പോകുന്നില്ല എന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ നിങ്ങളിങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്ന് മാത്രമാണ് പറയാനുള്ളത്.